നമസ്കാരം. അക്ബർ ഖാനും അപ്പാനി ശരത്തും കൂടി കളിക്കുന്നത് ഗ്രൂപ്പ് കളിയാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഗ്രൂപ്പ് കളിയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഒരുപാട് ഇനാക്റ്റീവായ പ്ലെയേഴ്സിനെ കളത്തിലിറക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മടിയും കൂടാതെ ആദ്യ ആഴ്ചയിൽ തന്നെ ഗെയിം സ്ട്രാറ്റജികൾ നടപ്പിലാക്കാൻ ഇവർ രണ്ടുപേരും മുന്നിട്ടിറങ്ങുന്നുണ്ട്. അതായത് മടിച്ചു നിൽക്കുന്നില്ല, ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അക്ബർ ഖാന് തലേ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം. അത് രേണു സുധീനുമായിട്ടുണ്ടായ ഒരു മിസ്സായിപ്പോയ ഒരു വാക്കിൻ്റെ അതിൽ തുടങ്ങിയിട്ട് അക്ബർ ഖാൻ പക്ഷേ നെക്സ്റ്റ് എപ്പിസോഡിൽ നേരെ ഗ്രാഫ് ഉയർത്തുന്നതായിട്ടാണ് കണ്ടത്. ആദ്യം തന്നെ രേണു സുധിയോട് ഡയറക്റ്റ് പോയിട്ട് മാപ്പ് അപേക്ഷിക്കുകയും പക്ഷേ രേണു സുധി ഇത് മൊത്തം സ്ത്രീത്വത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് പറയുന്നിടത്ത് അനുമോളുടെ ഒരു ശക്തമായ ഇടപെടൽ കൂടി കാണാൻ സാധിച്ചു. അനുമോൾ പറഞ്ഞു ഇത് ചേച്ചിക്കെതിരെയുള്ള ആരോപണം മാത്രമാണ്, അതിലേക്ക് മൊത്തം വിധവകളെയും സ്ത്രീകളെയും ഒന്നും അക്ബർ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ആ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റണ്ട എന്നും പറയുന്നുള്ള അങ്ങനെ ഒരു മാനിപ്പുലേഷനെ അനുമോൾ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. പക്ഷേ തൻ്റെ വാദത്തിൽ രേണു സുധി ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത് സ്ത്രീത്വത്തിനും എല്ലാത്തിനും നേരെയുള്ള അപമാനമാണ്, അത് ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അക്ബർ ഖാൻ എന്ന മാപ്പ് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഞാനത് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ പുറത്തുള്ള നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ടാസ്കുകൾ നടക്കുന്നുണ്ടല്ലോ. ഒന്ന് പുകഞ്ഞ കൊള്ളി പുറത്ത്, അതുപോലെ തന്നെ വീക്കിലി ടാസ്ക് പണിപ്പുരയിൽ കയറാനുള്ള ടാസ്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ആദ്യം തന്നെ ഈ കയ്യിൽ ബാൻഡ് ഇല്ലാത്ത ഹൗസിലെ ഒരു ഹൗസ്മേറ്റുമായിട്ട് ഡിബേറ്റ് ചെയ്ത് ജയിച്ചുകൊണ്ട് ബാൻഡ് നിലനിർത്താൻ പ്രയത്നിക്കണം എന്നുള്ള ടാസ്ക്കാണ് കൊടുക്കുന്നത്. അതിനകത്ത് ആര്യനും ഒനിയിലും നേർക്കുനേർ വരികയും ജിസയിലും നെവിനും നേർക്കുനേർ വരികയും ആദില നൂറ അതുപോലെ തന്നെ ശാരികയ്ക്കെതിരെയും വരികയാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും ശക്തമായ വാഗ്വാദം നടത്തുന്നതിനൊടുവിൽ നെവിന് ബാൻഡ് കിട്ടിയിരിക്കുകയാണ്. ജിസേലിന് ഇനി എല്ലാ കയ്യിലുള്ള ബിഗ് ബോസ് അനുവദിക്കാത്ത എല്ലാം തിരിച്ചേൽപ്പിക്കേണ്ടി വരികയാണ്. നെവിൻ കുറേ ദിവസമായിട്ട് ഇത് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഡ്രസ്സ് വേണം, ഫാഷൻ കൊറിയോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യൻ തൻ്റെ ബാൻഡ് നിലനിർത്തുകയാണ്, ആദില നൂറ ബാൻഡ് നിലനിർത്തുകയാണ്. അതിനുശേഷം ടാസ്കിൻ്റെ കണ്ടിന്യൂഷൻ നമ്മുടെ പെബിൾ കളക്ഷൻ്റെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനകത്ത് ടോപ്പായിട്ട് വന്നത് അഭിലാഷും അക്ബറുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അക്ബർ ഡെസ്റ്റിനി സ്റ്റോൺ തിരഞ്ഞെടുക്കുകയും ഗോൾഡ് സ്റ്റോൺ രണ്ടാം സ്ഥാനത്തെത്തി അഭിലാഷിന് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഡെസ്റ്റിനി സ്റ്റോൺ വെച്ചിട്ട് പുറത്ത് നടക്കുന്ന പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിൻ്റെ ഒരു സ്വാപ്പിംഗ് എന്നുള്ള പവറാണ് അക്ബർ ഖാന് കിട്ടുന്നത്. അതിൽ അദ്ദേഹം ഷാനവാസിനെ അകത്തേക്ക് എടുക്കുകയും രഞ്ജിത്തിനെ പുറത്തേക്ക് കളയും എന്നാണ് അദ്ദേഹം ചെയ്ത ഓപ്ഷൻ. അതുപോലെ തന്നെ അഭിലാഷിന് ഡയറക്റ്റ് നോമിനേഷൻ എന്നുള്ള ഇത് കിട്ടുന്നതിനിടെ അത് കിട്ടുമ്പോൾ ഷാനവാസിനെ തന്നെ ഡയറക്റ്റ് നോമിനേറ്റും ചെയ്യുകയാണ്. അത് അനീഷിനെതിരെ ഉള്ള ഒരു വ്യക്തിപരമായ ഒരു ആക്രമണം മാത്രമായി അതിന് തൊട്ടു മുമ്പത്തെ ദിവസത്തെ ടാസ്ക് അത് അത്ര നന്നായി ചെയ്തില്ല എന്ന് ആരോപിച്ചാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെ. അത് കഴിഞ്ഞ് ടാസ്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ ടാസ്കിൽ വീണ്ടും ടോട്ടൽ പോയിന്റ് കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അക്ബർ ഖാൻ 37 പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്തെത്തിയാണ്. തൊട്ടുപിറകിൽ ആര്യനുണ്ട് 36 പോയിന്റുമായി. അപ്പോൾ അക്ബർ ഖാൻ ആയിരിക്കും ഇനി അടുത്തത് പണിപ്പുരയിൽ കയറാനുള്ള ടാസ്ക് ചെയ്യേണ്ട ഹൗസ്മേറ്റ്. അപ്പോൾ പുറത്ത് ഷാനവാസിനെ പുറത്തുനിന്ന് അകത്തേക്ക് എടുത്താൽ അപ്പാനി ശരത്തിന് വേറൊരു അഭിപ്രായമുണ്ട്, ആര്യന് വേറൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അക്ബർ ഖാൻ്റെ അഭിപ്രായത്തിൽ ഷാനവാസ് പുറത്തു പോയി വന്നിട്ട് ഒരു ഹീറോ പരിവേഷം വേണ്ട, ഞാൻ ഉറങ്ങാതെ പിടിച്ചു എന്നുള്ള ഹീറോ പരിവേഷം വേണ്ട, പുറത്ത് കൂടെ ഉണ്ടായിരുന്ന ലേഡി കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അദ്ദേഹം നന്നായി ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഹീറോ ഇമേജ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞ് ശരിയെന്നോണം ഷാനവാസ് അകത്ത് വന്നിട്ട് ഇതേ ഒരു ഡയലോഗ് അടിക്കുകയും ചെയ്തു. അതായത് ഞാൻ ഉറക്കം അഭിനയിക്കുകയായിരുന്നു എന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ തന്നെ പുറത്തുണ്ടായിരുന്ന ജിസയിൽ RJ ബെൻസി തുടങ്ങിയവർ തമ്മിൽ ഒരു ക്ലാഷ് അവിടെ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ അക്ബർ ഖാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ RJ ബെൻസി ഇത് വിശദീകരിച്ച കഴിഞ്ഞ ഉടനെ തന്നെ RJ ബെൻസി അവിടെ പറയുന്നുണ്ട് ഇദ്ദേഹത്തെയും വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഹൗസിൽ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പക്ഷേ അക്ബർ ഖാൻ തൻ്റെ ഗെയിം സ്ട്രാറ്റജി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ അക്ബർ ഖാനും ശരത് അപ്പാനിയും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ കാണിക്കുന്നുണ്ട്. അവർ പറയുകയാണ് ഈ വീട്ടിൽ ആദില നൂറയും ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അപ്പാനി ശരത്ത് അവിടെ പറയുന്നുണ്ട്. പുറത്ത് പക്ഷേ രഞ്ജിത്ത് ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ആ കട്ടിൽ ഒരു 10 മീറ്റർ മൂവ് ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന കട്ടിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാളെ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ രഞ്ജിത്ത്
ഉറങ്ങാതെ തന്നെ അവിടെ കാത്തിരിക്കുകയാണ്. തലേ ദിവസം ഉറങ്ങാത്ത ആളെ അവിടെ കിടത്തിയും ഇരിക്കുകയാണ്. അപ്പോൾ ഒനിയിൽ വന്നിട്ട് ഒന്ന് തിരിച്ചു പോകുന്ന ശബ്ദം കേട്ടിട്ട് ഷൈത്ത് എഴുന്നേക്കുമ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട, അത് ഒനിയിൽ വന്ന് പോയതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ വീടിനകത്ത് മലയാളം സംസാരം തന്നെ വേണമെന്ന് ബിഗ് ബോസ് നിഷ്കർഷിച്ചിരിക്കുകയാണ്. ജിസേൽ, അക്ബർ ഖാൻ, നെവിൻ എന്നിവർ തമ്മിൽ ഇംഗ്ലീഷ് ഹിന്ദി മിക്സ് ചെയ്തൊരു സംസാരത്തിനിടയിൽ ബിഗ് ബോസ് മൈക്കിലൂടെ വാർണിംഗും കൊടുത്തിട്ടുണ്ട്, കൂടുതൽ മലയാളം ഉപയോഗിക്കാൻ വേണ്ടി. ഇങ്ങനെ കൂടുതൽ ഗെയിം പ്ലാൻ, ഗെയിം സ്ട്രാറ്റജികളുടെ ഒരു തുടക്കമാവട്ടെ ഈ എപ്പിസോഡ് എന്ന് കരുതിയാണ്. കൂടുതൽ എപ്പിസോഡ് വാർത്തകൾക്കായിട്ട് ഫോളോ ചെയ്യുമല്ലോ. താങ്ക് യു.